ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം കൊലോസ് ലേഖനം പഠിച്ച് വരികയാണല്ലോ. 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. ഇനി കൊലോസ് ലേഖനത്തിൻ്റെ കാതലായ ഭാഗത്തേക്ക് നാം കടക്കുകയാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള തെറ്റും വികലവുമായ കാഴ്ചപ്പാടുകൾക്കെതിരെയാണ് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ തൂലിക ചലിപ്പിച്ചത്. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ഒരുവൻ്റെ കാഴ്ചപ്പാട് അവൻ്റെ നിത്യഭാഗതയത്തെ തന്നെ ബാധിക്കുന്നതാണ്. ദൈവത്തിനും ക്രിസ്തുവിനും ദൈവിക പരിപാടിക്കും വിരോധമായി പൊങ്ങുന്ന ഏത് വലിയ തത്വശാസ്ത്രമായാലും അതിനെ തിരിച്ചറിയാനും നിശബ്ദമാക്കാനും അപ്പോസ്തലനായ പൗലോസിന് അറിയാമായിരുന്നു. അതിനൊരു തെളിവ് കൂടിയാണ് കൊലോസ് ലേഖനം. യേശുക്രിസ്തു വാസ്തവത്തിൽ ആരാണ്, അവൻ എങ്ങനെയുള്ളവനാണ് എന്നെല്ലാം വ്യക്തവും മനോഹരവുമായി വിവരിച്ചിട്ടുള്ള വേദഭാഗമാണ് 1:15 മുതലുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിനെ വളരെ ചെറുതായി മാത്രം കാണാൻ കഴിഞ്ഞ ജ്ഞാനവാദം അല്ലെങ്കിൽ നോസ്റ്റിസിസം പോലെയുള്ള തത്വചിന്തകളിലെ ചെറുകരിയുകയാണ് പൗലോസ് ചെയ്തത്. അവയ്ക്കിനി പറക്കാൻ കഴിയാതാക്കി. പൗലോസ് വിവരിച്ച ക്രിസ്തുവിൻ്റെ മഹിമയ്ക്കും നിസ്തുല്യതയ്ക്കും മുമ്പിൽ അത്തരം തത്വശാസ്ത്രങ്ങളെല്ലാം നിഷ്പ്രഭമായിപ്പോയി. ജ്ഞാനവാദികൾ അല്ലെങ്കിൽ നോസ്റ്റിക്സ് പറഞ്ഞത് ദൈവത്തിനും മനുഷ്യനും ഇടയിൽ അനേകം മധ്യസ്ഥരുണ്ട് എന്നാണ്. യേശുക്രിസ്തു മാത്രമല്ല, ഇതുപോലെ അനേകരുണ്ട്. മാത്രമല്ല, ദൈവത്തെങ്കിലേക്ക് എത്താൻ യേശുക്രിസ്തു മാത്രമല്ല മറ്റു പല മാർഗങ്ങളും ഉണ്ട് എന്നവർ ഊന്നി പറഞ്ഞു. എന്നാൽ ഇങ്ങനെയുള്ള വാദമുഖങ്ങളെയൊക്കെ പൗലോസ് തകർക്കുന്ന കാഴ്ചയാണ് ഈ ലേഖനത്തിൽ നാം കാണുന്നത്. യേശുക്രിസ്തുവും ക്രിസ്തുവിൻ്റെ മാർഗവും ക്രിസ്തുവിൻ്റെ സുവിശേഷവും ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളുമാണ് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിൽ പ്രസക്തമായിരിക്കുന്നത്. അല്ലാതെ മാനുഷിക സൂത്രങ്ങളും സൂക്തങ്ങളും തത്വജ്ഞാനങ്ങളും അല്ല. മനുഷ്യൻ്റെ തത്വങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നും പൗലോസ് വ്യക്തമാക്കുന്നുണ്ട് തുടർന്നുള്ള അധ്യായങ്ങളിൽ. ക്രിസ്തുവാണ് നിസ്തുല്യൻ, ക്രിസ്തുവിൻ്റെ മാർഗമാണ് നിസ്തുല്യം. അതാണ് അപ്പോസ്തലൻ ഈ ലേഖനത്തിൽ വരച്ച് കാണിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾക്കൊരു മുഖവരിയായി പറഞ്ഞെന്നേ ഉള്ളൂ. ലേഖനത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുന്നത് പഠനത്തിന് സഹായകരമാണല്ലോ. ദുരുപദേശക്കാരും മറ്റ് വ്യാജ തത്വശാസ്ത്രം കൊണ്ട് സഭയെ ആക്രമിച്ചപ്പോൾ ശരിയായ ഫിലോസഫി കൊണ്ട് പൗലോസ് തിരിച്ചാക്രമിക്കുകയാണ് ചെയ്തത്. വ്യാജത്തെ തളയ്ക്കാനുള്ള മാർഗം സത്യത്തെ അവതരിപ്പിക്കുകയാണല്ലോ. അത് പൗലോസിന് അറിയാമായിരുന്നു. അത് ചെയ്യേണ്ടത് എങ്ങനെയെന്നും തനിക്കറിയാമായിരുന്നു. കൊലോസ്യർ 1:15 മുമ്പുള്ള വാക്യങ്ങളിൽ പൗലോസ് ക്രിസ്തുവിനെക്കുറിച്ച് ചില വസ്തുതകൾ പറഞ്ഞു വച്ചിരുന്നു. പിതാവായ ദൈവം നമ്മെ തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചുവെന്നും അവനിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ, ആ പുത്രനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ടെന്നും അപ്പോസ്തലൻ പറഞ്ഞു. ഇനിയും അവൻ അല്ലെങ്കിൽ ക്രിസ്തു വാസ്തവത്തിൽ ആരാണെന്നുള്ളത് പൗലോസ് തുടർന്നും വിവരിക്കുന്നു. അന്നും ഇന്നും എന്നും ക്രിസ്തുവിനെക്കുറിച്ച് തെറ്റായി ധരിച്ചിരിക്കുന്നവരുടെ വായടപ്പിക്കുന്ന വിശദീകരണങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ നൽകിയിട്ടുള്ളത്. ക്രിസ്തുവിൻ്റെ ദൈവത്വം, സൃഷ്ടിയുമായുള്ള ബന്ധം, ചരിത്രത്തിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനം, പ്രസക്തി, ചരിത്രത്തിൽ അവൻ എന്താണ് ചെയ്തിട്ടുള്ളത്, ഇനി ചെയ്യാൻ പോകുന്നത് എന്നിത്യാദി വിഷയങ്ങൾ പൗലോസ് മഹത്വകരവും അത്ഭുതകരമായ വിധത്തിൽ വിവരിക്കുകയാണ്. താൻ എന്താണോ വ്യക്തമാക്കുവാൻ അല്ലെങ്കിൽ സ്ഥാപിക്കാൻ ഉദ്യമിക്കുന്നത് അതിനനുയോജ്യമായ ശൈലികളും വാക്കുകളുമാണ് പൗലോസ് ഉപയോഗിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം കൂടി വന്നപ്പോൾ സംഗതി പെർഫെക്റ്റായി. യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ സ്വത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ഇതിലും മനോഹരവും മെച്ചവുമായി പറയുവാൻ മറ്റാർക്കും കഴിയുകയില്ല. ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നത് കുറിക്കൊള്ളേണ്ട ഉചിതവും വ്യക്തവും കൃത്യവുമായ മറുപടി അർഹിക്കുന്ന ചോദ്യമാണ്. ആരാണ് ക്രിസ്തു? നമുക്ക് നോക്കാം. ഒന്നാമത്, യേശുക്രിസ്തു ദൈവമാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വ്യക്തമാക്കുവാനായി പൗലോസ് ഉപയോഗിച്ച വാക്കുകളാണ് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ എന്നത്. ഇവിടെ പ്രതിമ എന്നതിന് ഇമേജ് എന്നാണ് ഇംഗ്ലീഷിൽ. ബൈബിൾ എഴുതിയ മൂലഭാഷയായ ഗ്രീക്കിൽ
പ്രതിമ എന്നതിന് ഐക്കോൺ എന്ന വാക്കാണുള്ളത്. അതിന് സ്റ്റാച്യു, പ്രതിമ, പ്രൊഫൈൽ എന്നൊക്കെയാണ് അർത്ഥം. ഈ വാക്കിനെ വിഗ്രഹം എന്ന് വേണമെങ്കിൽ പരിഭാഷപ്പെടുത്താവുന്നതാണ്. ദൈവപ്രതിമയായ ക്രിസ്തു എന്ന് 2 കൊരിന്ത്യർ 4:4 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പദത്തിനർത്ഥം കൃത്യമായ പ്രതിനിധീകരണവും വെളിപ്പാടും എന്നാണ്. എക്സാക്റ്റ് റെപ്രസെൻറ്റേഷൻ ആൻഡ് റെവലേഷൻ. ദൈവം അദൃശ്യനാണ്. അദൃശ്യനായ ദൈവത്തിൻ്റെ കൃത്യവും ആത്യന്തികവുമായ ആനുരൂപ്യം ക്രിസ്തുവിൽ നമുക്ക് ദർശിക്കാവുന്നതാണ്. എബ്രായർ 1:3 അവൻ ദൈവത്തിൻ്റെ ആളത്വത്തിൻ്റെ കൃത്യമായ പ്രതിനിധീകരണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: തത്വത്തിൻ്റെ മുദ്ര എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇംഗ്ലീഷിൽ ദ എക്സ്പ്രസ് ഇമേജ് ഓഫ് ഹിസ് പേഴ്സൺ എന്നാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുവാൻ യേശുവിനെ കഴിയും. അവനത് കഴിഞ്ഞു. ദൈവത്തിൻ്റെ സത്തയിൽ അവൻ അദൃശ്യനാണ്, ഇൻവിസിബിളാണ്. എന്നാൽ യേശു ക്രിസ്തു ആ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ യേശു അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണല്ലോ യോഹന്നാൻ പറഞ്ഞിട്ടുള്ളത് 1:18. ഈ പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചം ദൈവത്തിൻ്റെ അസ്തിത്വം, ശക്തി, ജ്ഞാനം ഇവയൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ പ്രകൃതിക്ക് ദൈവത്തിൻ്റെ യഥാർത്ഥ സത്ത അല്ലെങ്കിൽ സാരാംശം, ദ വെരി എസൻസ് ഓഫ് ഗോഡ് വെളിപ്പെടുത്തി തരാൻ കഴിയില്ല. യേശു ക്രിസ്തുവിൽ, അവനിൽ മാത്രമാണ് ദൈവം പൂർണ്ണമായി വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. കേവലം ഒരു സൃഷ്ടിക്ക് ദൈവത്തെ പൂർണ്ണമായി വെളിപ്പെടുത്താൻ കഴിവില്ലാത്തത് കൊണ്ടും യേശുക്രിസ്തു ദൈവത്തെ പൂർണ്ണമായി വെളിപ്പെടുത്തിയത് കൊണ്ടും അവൻ ദൈവം തന്നെയാണ്. രണ്ടാമത്, ക്രിസ്തു സൃഷ്ടാവാണ്. പൗലോസ് ഇത് എഴുതുന്ന സമയത്തുണ്ടായിരുന്ന ദുരുപദേഷ്ടാക്കന്മാർക്ക് സൃഷ്ടിയെ സംബന്ധിച്ചും ആശയക്കുഴപ്പമുണ്ടായിരുന്നു. മനുഷ്യൻ്റെ ശരീരം ഉൾപ്പെടെയുള്ള എല്ലാ ദ്രവ പദാർത്ഥങ്ങളും അല്ലെങ്കിൽ മാറ്റർ, ദ്രവ്യം തിന്മയാണെന്ന് അവർ പഠിപ്പിച്ചു. യേശുക്രിസ്തുവിന് യഥാർത്ഥമായൊരു ശരീരം ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ തിന്മ നിറഞ്ഞ മാറ്ററുമായി സമ്പർക്കം പുലർത്തേണ്ടി വരുമായിരുന്നു എന്നും അവർ പഠിപ്പിച്ചു. ഇത്തരത്തിലുള്ള ദുരുപദേശങ്ങളുടെ ഫലം അതിഭയങ്കരമാണ്. ഒരു വശത്ത് ബ്രഹ്മചര്യം പോലെയുള്ള ജീവിതം, മറുവശത്ത് അനിയന്ത്രിതമായ തോതിൽ പാപത്തിൻ്റെ അരങ്ങേറ്റം. ശരീരം തിന്മയാണെങ്കിൽ, പാപപൂർണമാണെങ്കിൽ, ഒന്നുകിൽ അതിനെ അടിമപ്പെടുത്തണം, അല്ലെങ്കിൽ അതിനെ നന്നായി ആസ്വദിക്കണം. 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന് സൃഷ്ടിയോടുള്ള ബന്ധത്തിൻ്റെ 4 വശങ്ങളെയാണ് വിവരിക്കുന്നത്. 1. ക്രിസ്തു സർവ്വ സൃഷ്ടിക്ക് മുമ്പേ ഉള്ളവനാണ്. ഹി എക്സിസ്റ്റഡ് ബിഫോർ ക്രിയേഷൻ. 15-ാം വാക്യത്തിൽ അവൻ സർവ്വ സൃഷ്ടിക്കും ആദിജാതനാണ്. സർവ്വ സൃഷ്ടിക്കും ആദിജാതൻ എന്ന 2 വാക്കുകൾ അനേക ദുർവ്യാഖ്യാനങ്ങൾക്കും ദുരുപദേശങ്ങൾക്കും കാരണമായി തീർന്ന ഒന്നാണ്. സൃഷ്ടി എന്ന വാക്കും ആദിജാതൻ എന്ന വാക്കും ചേർന്ന് വന്നതാണ് പ്രശ്നം. സൃഷ്ടിക്ക് ആദിജാതൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം സൃഷ്ടിക്കപ്പെട്ടവനെന്ന് ചിന്തിക്കാനുള്ള പ്രവണതയാണ് ഉണ്ടാവുക. എന്നാൽ അപ്രകാരം പറയുവാൻ കാരണമില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വവും ദൈവത്വവും ഒക്കെ കണ്ടും കൊണ്ടും അറിഞ്ഞ പൗലോസ് അവനൊരു സൃഷ്ടിയാണെന്ന് പറയുവാൻ തുനിയോ? മാത്രമല്ല, യേശു സൃഷ്ടിക്കപ്പെട്ടവനാണെങ്കിൽ തൊട്ട് താഴെ അവൻ സൃഷ്ടാവാണെന്ന് പറയുകയില്ലല്ലോ. പരസ്പര വിരുദ്ധങ്ങളായ 2 ആശയങ്ങൾ ഒരാൾ തന്നെ ഒരിടത്ത് പറയുക എന്നത് അചിന്തനീയമാണ്. സൃഷ്ടി എങ്കിൽ എങ്ങനെ സൃഷ്ടാവാകും? സൃഷ്ടാവെങ്കിൽ പിന്നെ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവനാകും? യാതൊരുവിധ യുക്തിയുമില്ലാത്ത ചിന്താഗതിയാണിതെന്ന് പറയേണ്ടതില്ലല്ലോ. ഇവിടെ ആദിജാതൻ എന്നതിന് പ്രോട്ടോടോക്കോസ് എന്ന യവന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് മൂലഭാഷയിൽ. അതിന് സൃഷ്ടിക്കപ്പെട്ടവൻ എന്നൊരാശയം ഇല്ല താനും. പിന്നെ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ആദിജാതൻ എന്നതിന് എല്ലായ്പ്പോഴും ആദ്യത്തെ അല്ലെങ്കിൽ ആദ്യം ജനിച്ചവൻ എന്നർത്ഥമില്ല എന്നോർക്കണം. അതാണ് അർത്ഥമെങ്കിൽ ബൈബിളിൽ ചില പ്രസ്താവനകൾ തെറ്റെന്ന് വരും. ഉദാഹരണമായി സങ്കീർത്തനം 89:27 മശികയുടെ ഒരു സ്ഥാനപ്പേരായിട്ടാണ് ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യം ജനിച്ചവനെ മാറ്റി നിർത്തി മറ്റൊരാളെ ആദിജാതൻ എന്ന് വിളിച്ചതായി വചനത്തിൽ സൂചനയുണ്ട്.
ഇസ്ഹാക്കിൻ്റെ മകനായ ഏശാവ് ആദിജാതൻ എന്നിരിക്കെ യാക്കോബിനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ എൻ്റെ ആദിജാതൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി 27:19, 32 വാക്യങ്ങളും പുറപ്പാട് 4:22 ചേർത്ത് ചിന്തിച്ചാൽ മതി. അതുപോലെ യോസേഫിൻ്റെ പുത്രനായ മനശ്ശെ ആദിജാതനായിരിക്കെ എഫ്രൈമിനെ ആദിജാതൻ എന്ന് വിളിച്ചിരിക്കുന്നു. ഉൽപ്പത്തി 48:17, 18 വാക്യങ്ങളും യിരെമ്യാവ് 31:9 താരതമ്യം ചെയ്ത് പഠിച്ചാൽ അത് വ്യക്തമാകും. ഇസ്രായേലിലെ ആദിജാതന്മാർക്ക് കുടുംബത്തിൻ്റെ പ്രഥമ സ്ഥാനവും അവകാശത്തിൻ്റെ ഇരട്ടി പങ്കും പ്രത്യേക അധികാരവും ലഭിച്ചിരുന്നു. അതുപോലെ സർവ്വസൃഷ്ടിക്കും ആദിജാതൻ എന്ന് ക്രിസ്തുവിനെക്കുറിച്ച് പൗലോസ് പറഞ്ഞ ശേഷം അവൻ സർവ്വത്തിന് മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിന് ആധാരമായിരിക്കുന്നു എന്ന് അടുത്ത വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു. 17-ാം വാക്യത്തിൽ യേശുക്രിസ്തു സകലത്തിൻ്റെയും സൃഷ്ടാവും സകല സൃഷ്ടിയുടെയും അവകാശിയുമായ ആദിജാതനാണെന്ന് ഈ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നു. ആദ്യജാതൻ ഫസ്റ്റ് ബോൺ എന്ന വാക്കിന് പ്രഥമ പ്രാധാന്യമുള്ളത്, ഓഫ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ്, ഫസ്റ്റ് റാങ്കിലുള്ളത് എന്നാണ് അർത്ഥം. സർവ്വസൃഷ്ടിക്കും ആദ്യജാതൻ എന്നുള്ളത് കൊണ്ട് സകല സൃഷ്ടിക്ക് മുമ്പേ ഉള്ളവൻ എന്നാണ് അർത്ഥം. യേശുക്രിസ്തു സൃഷ്ടിക്കപ്പെട്ട ഒരുവനല്ല, അവൻ സൃഷ്ടാവും നിത്യനായ ദൈവവുമാണ്. സർവ്വലോകത്തിൻ്റെ സൃഷ്ടാവും സംരക്ഷകനും എന്ന നിലയിൽ സർവ്വ ബഹുമാനത്തിനും യോഗ്യനാണ് യേശുക്രിസ്തു. അവൻ സൃഷ്ടാവും സൃഷ്ടിയിൽ ഉൾപ്പെടാത്തവനുമാണ്. രണ്ടാമത്, സൃഷ്ടിയുമായുള്ള അവൻ്റെ ബന്ധം അവൻ സകലത്തെ സൃഷ്ടിച്ചവനാണ് എന്നതാണ്. 15-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗവും 16-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രിസ്തു സകലത്തെയും സൃഷ്ടിച്ചവനാകയാൽ അവൻ ഒരിക്കലും സൃഷ്ടിക്കപ്പെട്ടവനാകുവാൻ തരമില്ല. സർവ്വസൃഷ്ടിക്കും ആദ്യജാതൻ എന്നതിനർത്ഥം ആദ്യം സൃഷ്ടിക്കപ്പെട്ടവൻ എന്നല്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു സംയോജക പദം, ഒരു കൺജങ്ഷൻ ഈ വാക്യത്തിലുണ്ട്. ഗ്രീക്കിൽ ഹോറ്റി എന്നാണ് ആ വാക്ക്. അതിനർത്ഥം അതുകൊണ്ട്, ബിക്കോസ് എന്നാണ്. അതായത് മൂലഭാഷയിൽ ആ വാക്യം ഇങ്ങനെയാണ്: അവൻ സർവ്വസൃഷ്ടിക്കും ആദിജാതനാകുന്നു, കാരണം അല്ലെങ്കിൽ അതുകൊണ്ട് അവൻ മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇംഗ്ലീഷിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാം: ഹി ഈസ് ദ ഫസ്റ്റ് ബോൺ ഓവർ ഓൾ ക്രിയേഷൻ ബിക്കോസ് ഇൻ ഹിം വെയർ ക്രിയേറ്റഡ് ഓൾ തിങ്സ് എന്നാണ്. അവൻ മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കൊണ്ട് അവൻ സർവ്വ സൃഷ്ടിക്കും ആദിജാതനാകുന്നു. കാറ്റും തിരമാലകളും അവനെ അനുസരിച്ചു എന്നതിലും വ്യാധികളും മരണവും അവനിൽ നിന്നും ഓടിപ്പോയി എന്നതിലും അത്ഭുതപ്പെടാനില്ല. കാരണം സകലത്തിന്മേലും അധികാരമുള്ള യജമാനനാണ് കർത്താവായ യേശുക്രിസ്തു. യോഹന്നാനും ഇത് തന്നെയാണ് വ്യക്തമാക്കിയത്. യോഹന്നാൻ 1:3 ഇങ്ങനെ പറഞ്ഞു: അവൻ മുഖാന്തരം സകലവും ഉളവായി. എബ്രായ ലേഖനകാരനും ഇത് തന്നെയാണ് പറയുന്നത്. എബ്രായർ 1:2 അവൻ മുഖാന്തരം ലോകത്തെയും അല്ലെങ്കിൽ ലോകങ്ങളെയും യുഗങ്ങളെയും ഉണ്ടാക്കി എന്നാണ്. സകലത്തെയും എന്ന് പറയുന്നതിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കാര്യങ്ങളും, ദൃശ്യമായതും അദൃശ്യമായതും എല്ലാം ഉൾപ്പെടുന്നു. എല്ലാ കാര്യങ്ങളും അവൻ്റെ ആജ്ഞയിൻ കീഴിലാണ്. പൗലോസ് ഇവിടെ പറയുന്ന പ്രസ്താവനകളൊക്കെ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വിശദീകരിക്കുന്നവയാണ്. അവൻ ദൈവമാകിയ സകലത്തെയും നിയമിക്കുന്നവനും സകലത്തിന്മേലും ആധിപത്യം നടത്തി വാഴുന്നവനുമാണ്. അത് വ്യക്തമാക്കുന്നതാണ് 16-ാം വാക്യം. സിംഹാസനങ്ങൾ, ആധിപത്യങ്ങൾ, ഭരണാധികാരികൾ, അധികാരികൾ എല്ലാം അവനാൽ സൃഷ്ടിക്കപ്പെടുന്നതാണ്. ദാനിയേൽ നെബൂഖദ്നേസറിനോട് പറഞ്ഞത്, അത്യുന്നതനായവന് മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നുവെന്നാണ് 4:32. ബേൽശസ്സർ രാജാവിനോട് ദാനിയേൽ പറഞ്ഞത്, ദൈവം തനിക്ക് ബോധിച്ചവനെ കൊല്ലുകയും ബോധിച്ചവനെ ജീവനോടെ വയ്ക്കുകയും ബോധിച്ചവനെ ഉയർത്തുകയും ബോധിച്ചവനെ താഴ്ത്തുകയും ചെയ്യുന്നുവെന്നാണ് ദാനിയേൽ 5:19. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെക്കുറിച്ച് റോമർ 9:5 പൗലോസ് പറഞ്ഞത്, അവൻ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ, ആമേൻ എന്ന്. മൂന്നാമത്, സകലവും അവനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്. സകലവും അവനിലും അവന് വേണ്ടിയും അവൻ മുഖാന്തരവും ആണ് നിലകൊള്ളുന്നത്. എല്ലാം നിലകൊള്ളുന്ന ആ സ്ഫിയർ അല്ലെങ്കിൽ മണ്ഡലം അത് യേശുക്രിസ്തുവാണ്. സകലത്തെയും അസ്തിത്വത്തിലേക്ക് വരുത്തിയ ഏജൻറ്റ് യേശുക്രിസ്തുവാണ്. സകലവും സൃഷ്ടിക്കപ്പെട്ടത് അവന് വേണ്ടിയിട്ടുമാണ്. ദുരുപദേഷ്ടാക്കന്മാരുടെ തെറ്റായ തത്വശാസ്ത്രത്തെ ഖണ്ഡിക്കുന്ന വിധത്തിലാണ് പൗലോസ് 3
ഉപസർഗങ്ങൾ അല്ലെങ്കിൽ പ്രിപ്പസിഷൻസ് ഉപയോഗിച്ചിട്ടുള്ളത്. അവനിൽ, ഇൻ, അവന് വേണ്ടി, അവൻ മുഖാന്തരം, ഇൻ, ഫോർ ആൻഡ് ത്രൂ. ഗ്രീക്ക് തത്വജ്ഞാനികൾ നൂറ്റാണ്ടുകളോളം പഠിപ്പിച്ചിരുന്നത് ഏതൊരു കാര്യത്തിനും ഒരു പ്രഥമ കാരണവും ഒരു നിമിത്ത കാരണവും ഒരു അന്തിമ കാരണവും ആവശ്യമാണെന്നാണ്. പ്രാഥമിക കാരണം അല്ലെങ്കിൽ പ്രൈമറി കോസ് എന്നത് പ്ലാൻ അല്ലെങ്കിൽ പദ്ധതിയും, നിമിത്ത കാരണം അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റൽ കോസ് എന്ന് പറയുന്നത് അത് ശക്തിയാണ്, പവറാണ്. അതുപോലെ അന്തിമ കാരണം ഫൈനൽ കോസ് എന്നത് ഉദ്ദേശവുമാണ്, പർപ്പസാണ്. സൃഷ്ടിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവാണ് പ്രഥമ കാരണം അവനാണ് പദ്ധതി ആസൂത്രണം ചെയ്തത്. അവനാണ് നിമിത്ത കാരണം, ഇൻസ്ട്രുമെൻ്റൽ കോസ്, കാരണം അവനാണ് അതിനെ ഉൽപ്പാദിപ്പിച്ചത്. അവൻ തന്നെയാണ് അന്തിമ കാരണവും, കാരണം സകലത്തെയും തൻ്റെ പ്രസാദത്തിനായിട്ടാണ് അവൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല സൃഷ്ടിയിലുള്ള സകലവും അവന് വേണ്ടി നിലകൊള്ളുന്നവയാണെങ്കിൽ യാതൊന്നും അതിൽ തന്നെ തിന്മയാകുവാൻ സാധിക്കുകയില്ല, സാത്താനും വീണുപോയ ദൂതന്മാരും ഒഴികെ. എന്നാലും അവരെപ്പോലും ദൈവം തൻ്റെ ഹിതത്തിൻ്റെ പൂർത്തീകരണത്തിനായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികളെ മനുഷ്യൻ ഉപയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള ജ്ഞാനവാദികളുടെ നിയമങ്ങൾ തീർത്തും മൗഢ്യങ്ങളായിരുന്നുവെന്ന് കൊലോസ്യർ 2:20 മുതൽ 23 വരെ ഉള്ള വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെ അത് പാപനിമിത്തം ദാസ്യത്തിലായി തീർന്നെന്ന് വന്നാലും റോമലേഖനം 8:22 പറയുന്നത് പോലെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗപ്പെടുത്തുവാനും ദൈവജനത്തിന് ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയുന്നവയാണ്. 1 തിമോത്തിയോസ് 6:17 പറയുന്നത് പോലെ നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്നവനാണ് ദൈവം. സൃഷ്ടിയുമായി ബന്ധപ്പെട്ട നാലാമത്തെ വസ്തുത ക്രിസ്തുവിനെ സംബന്ധിച്ച് അവൻ സകലത്തെ ഒരുമിച്ച് നിർത്തുന്നു എന്നതാണ്. 17-ാം വാക്യത്തിൽ പറയുന്നത് അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു എന്നാണ്. ഹി ഹോൾഡ്സ് ഓൾ തിങ്സ് ടുഗെദർ എന്നാണ്. അവൻ സകലത്തിനെയും മുമ്പേ ഉള്ളവൻ എന്നത് ക്രിസ്തുവിൻ്റെ നിത്യ അസ്തിത്വത്തെ വ്യക്തമാക്കുന്ന പ്രയോഗമാണ്. സകലവും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നവൻ നിത്യനായിരിക്കണമല്ലോ. അവൻ സകലത്തിന് മുമ്പേ ഉള്ളവനാണെങ്കിൽ അവൻ ആദ്യം സൃഷ്ടിക്കപ്പെട്ടവൻ ആണെന്ന് എങ്ങനെ പറയും? യേശു യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് നമുക്കറിയാം. അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ഉണ്ട്. ക്രിസ്തു നിത്യമായി ഉണ്ടായിരുന്നവനും ആകയാൽ നിത്യനായ ദൈവമാണ് എന്ന് നിസ്തർക്കം പറയാനായിട്ട് കഴിയും. ഇത് പറഞ്ഞിട്ടാണ് സൃഷ്ടിയുടെ നിലനിൽപ്പിൻ്റെ മഹാരഹസ്യം പൗലോസ് പറയുന്നത്. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. ബൈ ഹിം ഓൾ തിങ്സ് കൺസിസ്റ്റ് എന്നും ഇൻ ഹിം ഓൾ തിങ്സ് ഹോൾ ടുഗദർ എന്നുമൊക്കെ ഇതിനെ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഗ്രീക്ക് ഭാഷാ പണ്ഡിതനായ റോബർട്ട്സൺ നിക്കോൾ പറഞ്ഞിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിൻ്റെ ഐക്യത്തിൻ്റെ കേന്ദ്രം പുത്രനാണ്. ഇതിലെ ഓരോ ഭാഗങ്ങളെയും അതതിൻ്റെ സ്ഥാനത്തും ശരിയായ ബന്ധങ്ങളിലും ഉറപ്പിച്ചു നിർത്തുകയും ക്രമീകൃതമായ ഒരു പൂർണ്ണ വസ്തുവായി നിൽക്കത്തക്ക വിധം അവയെ സംയോജിപ്പിക്കുന്നതും അവനാണ്. അവനെ മാറ്റി നിർത്തിയാൽ ഇവയെല്ലാം കഷ്ണങ്ങളായി ചിതറും എന്നാണ്. എബ്രായ ലേഖനകാരൻ പറഞ്ഞത് എത്രയോ ശരിയാണ്. സകലത്തെയും തൻ്റെ ശക്തിയുള്ള കരത്താൽ വഹിക്കുന്നവനാണവൻ. യെശയ്യാ പ്രവാചകൻ ഇക്കാര്യം മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. യെശയ്യാ 40:26 നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുവിൻ, ഇവയെ സൃഷ്ടിച്ചതാർ? അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവൻ്റെ വീര്യമാഹാത്മ്യ നിമിത്തവും അവൻ്റെ ശക്തിയുടെ ആധിക്യ നിമിത്തവും അവയിലൊന്നും കുറഞ്ഞു കാണുകയില്ല എന്നാണ്. ഒരിക്കലൊരു ഗൈഡ് ഒരു കൂട്ടം ആളുകളെ ഒരു ആറ്റമിക് ലബോറട്ടറിയിലൂടെ കൊണ്ടുപോയി എല്ലാ ദ്രവ്യവും അല്ലെങ്കിൽ മാറ്റർ എങ്ങനെ വേഗത്തിൽ ചലിക്കുന്ന വൈദ്യുത കണികകളാൽ നിർമ്മിതമാണെന്ന് വിശദീകരിച്ചു. തന്മാത്രകളുടെ മാതൃകൾ പഠിച്ച വിനോദസഞ്ചാരികൾ ദ്രവ്യം പ്രധാനമായും സ്ഥലത്താൽ അല്ലെങ്കിൽ സ്പേസ് നിർമ്മിതമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു. ചോദ്യോത്തര വേളയിൽ ഒരു സന്ദർശകൻ ചോദിച്ചു, ദ്രവ്യം പ്രവർത്തിക്കുന്ന രീതി ഇപ്രകാരമാണെങ്കിൽ എന്താണ് അതിനെല്ലാം ഒരുമിച്ച് നിർത്തുന്നത്? അതിന് ആ ഗൈഡിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. എന്നാൽ ക്രിസ്തു വിശ്വാസികളെ നമുക്കുത്തരമുണ്ട്.
യേശുക്രിസ്തു. അവൻ സർവ്വത്തിനു മുമ്പേ ഉള്ളവൻ. ആകയാൽ അവന് സകലത്തെ ഒരുമിച്ച് നിർത്താൻ കഴിയും. യേശുക്രിസ്തു ദൈവമാണെന്നതിൻ്റെ ഒരു സ്ഥിരീകരണമാണിത്. എല്ലാ സൃഷ്ടികൾക്കും മുമ്പായി ദൈവം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ദൈവത്തിന് മാത്രമേ സൃഷ്ടിയെ ഒരുമിച്ച് നിർത്താൻ കഴിയൂ. യേശുക്രിസ്തുവിനെ ദൈവത്തേക്കാൾ താഴെയാക്കുക എന്നത് അവനെ സിംഹാസനത്തിൽ നിന്ന് താഴെയാക്കുന്നതിന് സമമാണ്.